ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ ഭരണ പ്രതിപക്ഷ നേതാക്കളുടെ വാക്കുപോരിന് വഴിവെച്ച് ബാർക്കോഴ ആരോപണം. പ്രതിപക്ഷ നേതാവും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനും തമ്മിലുള്ള തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ LDF സർക്കാരിനെതിരെ ഉയർന്ന ബാർക്കോഴ ആരോപണത്തിൽ സ്വീകരിക്കേണ്ട ഭാവി നടപടി സംബന്ധിച്ച് UDF ചർച്ച നടക്കും. LDF സർക്കാർ ആരംഭിച്ച ഡീലിമിറ്റേഷൻ നടപടികൾ ചർച്ച ചെയ്യാനാണ് UDF യോഗം വിളിച്ചത്. ഡീലിമിറ്റേഷന് ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള അവതരണം യോഗത്തിൽ നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള UDFന്റെ സംഘടനാ മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്യും. LDFനെതിരെ UDF നേതൃത്വത്തിന് രാഷ്ട്രീയ ആയുധം ലഭിച്ചതിനാൽ ബാർക്കോഴ ആരോപണങ്ങളും ചർച്ചയ്ക്കെടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു UDF നേതാവ് പറഞ്ഞു. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ അംഗങ്ങളിൽ നിന്ന് ബാറുടമ പണം ആവശ്യപ്പെടുന്നതിന്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതോടെ ഞങ്ങൾക്ക് ആശ്വാസമായി. ജൂൺ 10 മുതൽ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിന് മുമ്പെങ്കിലും ഞങ്ങൾക്ക് ആയുധം ലഭിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. ആരോപണങ്ങൾ LDF സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. എക്സൈസ് മന്ത്രി MP രാജേഷ് വാർത്താ സമ്മേളനം വിളിച്ച് പോലീസ് മേധാവിയോട് ആരോപണങ്ങൾ അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടത് പ്രശ്നത്തിൽ നിന്ന് കരകയറാനുള്ള സർക്കാരിന്റെ ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബാർ ഉടമകളിൽ നിന്ന് എന്തിനാണ് പണം പിരിച്ചെടുത്തത്? CPMന് തെരഞ്ഞെടുപ്പ് ജോലിക്ക് പണം വേണമെങ്കിൽ അത് വോട്ടെടുപ്പ് സമയത്ത് തന്നെ ശേഖരിക്കണമായിരുന്നു. എന്നാൽ ഫലം വന്നതിന് ശേഷം പണം ഈടാക്കാനാണ് ഇവരുടെ തീരുമാനം. ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു.